ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാർഡ്സ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി മാരുതി സുസുക്കി ഡിസയർ ആണ്. ഇത് നമ്മുടെ യൂഷ്വൽ കുറേ നാൾ ഉപയോഗിച്ചപ്പോൾ എന്നുള്ള ലോങ് ടേം വീഡിയോൻ്റെ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പാക്കേജ് ചെയ്യുക. കണ്ടു കഴിഞ്ഞാൽ അവർ അങ്ങനെയാണെന്ന് വിചാരിച്ചോട്ടെ. പക്ഷേ ആക്ച്വലി ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് തിങ്സ് ദേ ഡോണ്ട് വാണ്ട് യു ടു നോ. ഇറങ്ങാൻ പോകുന്ന കുറച്ച് വണ്ടികളെക്കുറിച്ചും അവരുടെ ഫ്യൂച്ചർ പ്ലാനുകളെക്കുറിച്ചും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. പലതും ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ നോ ദാറ്റ് ഓൾറെഡി. എന്നാലും നമുക്കതെല്ലാം കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. ഡിസൈറിനെ കുറിച്ച് അല്ലാണ്ടും വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇറ്റ്സ് എ വെരി വെൽ തോട്ട് ഔട്ട് ഓൾ റൗണ്ടഡ് ഫാമിലി കാർ. ഒരു നല്ലൊരു കോമ്പാക്ട് സെഡാനാണ്. ആൻഡ് ഐ ലുക്ക് ലൈക്ക് ആൻ അങ്കിൾ ഗോയിങ് ടു വർക്ക് ഓൺ എ മൺഡേ മോർണിംഗ്. നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മഴയൊക്കെ ഉള്ളൊരു സമയമാണ്. വീട്ടിൽ പുതച്ചു മൂടി കിടക്കേണ്ട സമയത്താണ് വീഡിയോ ചെയ്യുന്നത്. ബട്ട് ദെൻ ദിസ് ഈസ് മൈ വർക്ക്. വണ്ടിക്ക് വേറെ ഫോൾട്ടുകളൊന്നും പറയാനില്ല. ബാക്കിൽ ആരോ വന്ന് ഇടിച്ചിട്ട് ടെയിൽ ലൈറ്റ് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടുന്നതിന് മുമ്പ് മാറിയതാണ്. ഇറ്റ്സ് ലൈങ് ദർ ഇൻ ദ ബൂട്ട്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ട്സ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. ബട്ട് ദെൻ അഗെയിൻ ഡിസയർ കാണാത്ത ആരുമില്ല. ഇനിയിപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുക, ഊബർ ബുക്ക് ചെയ്യുക, സെഡാൻ സെലക്ട് ചെയ്യുക. 90% നിങ്ങൾ വന്ന് പിക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു വണ്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം ദ റൈഡ് ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. ബാക്കിലൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഫോർ എ കോമ്പാക്ട് സെഡാൻ. അവർ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സ്പേസ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ദ ഫ്യൂൽ എഫിഷ്യൻസി ഹാസ് ബീൻ ഗ്രേറ്റ്. നമ്മളിപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ ആയ സ്ഥിതിക്ക് നമുക്കിതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫ്യൂൽ എഫിഷ്യൻസി കാണിച്ചു തരാം. 25 km/L ആണ് MIDയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബീൻ ഡൂയിങ് ദാറ്റ് ഫോർ ദ ലാസ്റ്റ് 16-17 കിലോമീറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് റിയലി ഡീസൻറ്റ് ഫ്യൂൽ എഫിഷ്യൻസി ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ആക്യുറേറ്റ്. നമ്മൾ ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ഒക്കെ അടിക്കുന്ന സമയത്തൊക്കെ ഏകദേശം അതിൻ്റെ അത്രയും തന്നെ ഉണ്ട്. ഐ തിങ്ക് വി ടെസ്റ്റഡ് ദാറ്റ് ഇൻ എ സ്വിഫ്റ്റ് ലാസ്റ്റ് ടൈം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ. വേറെ ഫോൾട്ടുകളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ രാവിലെ എണീറ്റ് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു Z12 ഭയങ്കര വൈബ്രേഷനാണ്. കുറച്ച് ജെർക്കിയാണ് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്. ആൻഡ് ദാറ്റ് ഗെറ്റ്സ് ആംപ്ലിഫൈഡ് ബിക്കോസ് ഓഫ് ദ AMT. അതിൻ്റെ ആ ഒരു ജെർക്കിനെസ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. അപ്പോൾ എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഡിഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടിച്ചിരിച്ചാണ് പോകുന്നത്. അത് ഞാൻ ഇതിൻ്റെ പിറ്റേ ദിവസം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് പുട്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇതിൻ്റെ മൂവ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വണ്ടി കിടന്ന് കുലുങ്ങുന്നുണ്ട് എന്നുള്ളത്. കുറച്ചൊന്ന് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേയൊക്കെ ക്യൂർ ആവും. അതുപോലെ എഞ്ചിനൊന്ന് വാമ്പായി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല. പക്ഷേ എല്ലാ ദിവസവും രാവിലെ എടുക്കുമ്പോൾ നമ്മൾ മനസ്സ് പഠിപ്പിക്കുന്ന പോലത്തെ ഒരു വൈബ്രേഷനാണ്. അത് ഈ ഒരു പെർട്ടിക്കുലർ വണ്ടിയുടെ ഞാൻ തോന്നുന്നു. അല്ലെങ്കിൽ കുറേ കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ വരുന്നതായിരിക്കാം. എനിവേ മാരുതി നീഡ്സ് ടു ലുക്ക് ഇൻ ടു ദാറ്റ്. അത്രയ്ക്കേ ഉള്ളൂ ഡിസൈറിനെ കുറിച്ച് പറയാനായിട്ട്. ഞാനിത് അധികം ഓടിച്ചിട്ടൊന്നുമില്ല. ഐ ഹാവ് ഓൺലി ഫിൽഡ് ഇറ്റ് അപ്പ് വൺസ്. അപ്പോൾ അതായത് നിങ്ങൾക്കറിയാം എത്രത്തോളം ഓടിയിട്ടുണ്ടെന്നുള്ളത്. 3/4 ടാങ്ക് ഇനിയും ബാക്കിയുണ്ട്. എനിവേ ബാക്ക് ടു അവർ ഒറിജിനൽ ടോപ്പിക്. മാരുതിയുടെ ഇറങ്ങാൻ പോകുന്ന വണ്ടികളെക്കുറിച്ച് പറയാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്കിവിടെ നിർത്തിയിട്ടുണ്ട് ബാക്കിയുള്ള വണ്ടികളെക്കുറിച്ച് പറയാം. ഫസ്റ്റ് വണ്ടി അവരുടെ ഇവിറ്റാറിന് ബേസ് ആയിട്ടുള്ള ഇലക്ട്രിക് SUV ആണ്. നമ്മൾ ഇവിറ്റാർ ഓടിച്ച സമയത്ത് തന്നെ നമ്മൾ പറയണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ വരും, കുറച്ചും കൂടി സ്പേസ് ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ കുറേ കൂടി ചിലപ്പോൾ ചീപ്പർ ആയിരിക്കും. മേ ബി ഇന്ത്യൻ ആയതുകൊണ്ട് കുറേ കൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വണ്ടിയുടെ ഇന്ത്യൻ കോഡ് നെയിം YMC എന്നാണ്. കുറേ സ്പൈ ഫോട്ടോസൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇറ്റ് ലുക്സ് റിയലി വെൽ പ്രൊപ്പോർഷൻ. കുറച്ചും കൂടി ഒരു കാണാൻ ഭംഗിയുള്ളൊരു വണ്ടി പോലെ തോന്നുന്നുണ്ട്. കുറച്ച് ലോ ആണ്. ആ ഒരു ബാറ്ററി പാക്കൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ലോർ കുറച്ചും കൂടി ലോ ആയിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുക. പക്ഷേ കാർ ഹാസ് എ വെരി ഗുഡ് സ്റ്റാൻഡ്സ്. നല്ല വൈഡായിട്ടൊക്കെ തോന്നുന്നുണ്ട്. വീൽസൊക്കെ നല്ല സൈസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. റൂഫ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട് പാർട്ട് നമുക്കൊരു വിറ്റാറയുടെ ഒരു ചായ ഉണ്ട് ആ ഒരു ഗ്ലാസ് ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ബാക്കിലേക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ. റിയർ എൻഡിന് കുറച്ചൊരു എർട്ടിഗ ചായ ഉണ്ട്. ആ ഒരു ടെയിൽ ലൈറ്റിൻ്റെ ഒക്കെ ഔട്ട്ലൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പൊക്കെ പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് കാണുന്നത്. ബാക്കിലേക്ക് ആ ഒരു ലെങ്ത് ഒക്കെ ഉള്ളത് വെച്ചിട്ട് ആ ഒരു എക്സ്ട്രാ ഗ്ലാസിൻ്റെ വലിപ്പമൊക്കെ വെച്ചിട്ട് ഐ തിങ്ക് ഇറ്റ് കുഡ് ബി എ 3-row SUV. നമ്മൾ ഗ്രാൻഡ് വിറ്റാറയുടെ ഒരു 7 സീറ്റർ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാൾ റൂമർ ഉണ്ടായിരുന്നു. പലരും ആ ഒരു വിക്ടോറിയസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ബാക്കിലേക്കുള്ള ഓവർ ഹാങ് ഒക്കെ വെച്ചിട്ടാണ് അത് 7 സീറ്റർ ആണെന്ന് അസ്യൂം ചെയ്തത്. പക്ഷേ ദാറ്റ് കാർ വാസ് എ 5 സീറ്റർ. അപ്പോൾ അതുകൊണ്ട് അതേപോലെയാണോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഐ തിങ്ക് ഇതിലൊരു 3rd row കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആൻഡ് ബാറ്ററി പാക്ക് എനിവേ വീൽ ബേസിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫുട് വെല്ലിന് സ്പേസ് ഉണ്ടാക്കാനൊക്കെ വേണമെങ്കിൽ പറ്റും. അപ്പോൾ അതുകൊണ്ട് ദിസ് കുഡ് ബി എ 7 സീറ്റർ. എക്സ്പെക്റ്റഡ് ടു കം ഇൻ 2 ബാറ്ററി സൈസസ്. നമുക്ക് 49 kWh അതുപോലെ തന്നെ 61 kWh ബാറ്ററി പാക്സ് ആയിരിക്കും. അഗെയിൻ BYD സോഴ്സ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. ഈ വിറ്റാറയിൽ യൂസ് ചെയ്യുന്ന സെയിം സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊരു ക്ലെയിംഡ് 500 km റേഞ്ച് ഉണ്ടാവും. റിയൽ വേൾഡിൽ ഒരു 450 അടുത്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. വേറെ നമുക്ക് സ്പൈ ഫോട്ടോ ഒന്ന് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊന്നും അത്രയ്ക്കില്ല. ഒരു എയറോ ഡിസൈൻ ആയിട്ടുള്ള ഒപ്റ്റിമൈസ്ഡ് പോലത്തെ അങ്ങനത്തെ ഒരു അലോയ് വീൽസ് ആണ്. അതുപോലെ തന്നെ എയർ ഇൻടേക്സ് ഒക്കെ ഈ വിറ്റാറയുടെ ആയിട്ട് വളരെ സിമിലർ ആണ്. മേ ബി കുറച്ച് ആക്റ്റീവ് എയറോ ഫ്ലാപ്സ് ഒക്കെ പോലത്തെ ലോഗോ കൊടുക്കുമായിരിക്കും. ഹെഡ് ലാമ്പ്സിൻ്റെ ഒക്കെ സൈഡിലായിട്ടൊരു ഡ്രോപ്പ് ഡൗൺ എലമെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. സാധാരണ മാരുതിയിലൊന്നും കാണാത്തൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ഒക്കെ വളരെ നോർമൽ ഫുൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ്. നമ്മൾ ഈ വിറ്റാറയിലുള്ള പോലെ തന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസും അങ്ങനത്തെ ഗിമിക്സ് ഒന്നും കൊടുത്തിട്ടില്ല. അഗെയിൻ ഐ ലൈക്ക് ദ സിൽ ഔട്ട്. ആ ഒരു ബോക്സി ഷേപ്പൊക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വിറ്റാറയിലും കുറച്ചും കൂടി ഒരു
സ്മൂത്തർ ഡിസൈനാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ലുക്ക് ഗുഡ്. ഈ ഒരു വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിൽ ഈ ഒരു വണ്ടി ഇറങ്ങും. അരീനയിലായിരിക്കും മിക്കവാറും ഇത് സെല്ല് ചെയ്യുക. ആൻഡ് അരീനയിൽ ഓൾറെഡി അവർ ചാർജേഴ്സൊക്കെ ഫിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ മേ ബി ഇറ്റ്സ് ഫോർ ദിസ് കാർ. ഒരു വർഷം ഒരു 50,000 to 1 lakh യൂണിറ്റ്സ് ഒക്കെ മാരുതി ഈ ഒരു വണ്ടി കൊണ്ട് ടാർഗറ്റ് ചെയ്യാതെ എക്സ്പോർട്ട് മാർക്കറ്റ്സും കൂടി കൂട്ടിയിട്ടാണ്. അഗൈൻ ഇതിൻ്റെ ഒരു ടൊയോട്ട വേരിയൻറ്റും കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലാസ്റ്റ് മിനിറ്റ് കൊണ്ട് സ്ക്രാപ്പ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷേ അങ്ങനെ ഒരു വണ്ടിയും കൂടിയും പ്ലാനിലുണ്ട്. മാരുതിയുടെ വേറെ വരുന്ന ഒരു ഇലക്ട്രിക്കാണ് ഫ്രോങ്സിൻ്റെ ഇലക്ട്രിക്. അഗൈൻ നെക്സ്റ്റ് സെയിലായിരിക്കും. കഴിഞ്ഞ കുറേ നാളായിട്ട് ഡെവലപ്മെൻറ്റിലാണ്. 27 തുടക്കത്തിലൊക്കെ തന്നെ ഇറങ്ങേണ്ടതാണ്. പിന്നുള്ളൊരു ഇലക്ട്രിക് എന്ന് പറയുന്നത് വാഗണാർ ഇലക്ട്രിക് ആണ്. ദേ ഹാവ് ബീൻ ടെസ്റ്റിംഗ് ഇറ്റ് ഫോർ ഏജസ്. ഇപ്പോൾ കുറേ നാളായി. നമ്മൾ കണ്ടിരുന്നു ഒരു റിവൈസ്ഡ് ബമ്പറും ടെയിൽ ലൈറ്റ്സും അതുപോലെ ഇഗ്നിസിൻ്റെ വീലൊക്കെ ആയിട്ടുള്ള ആ ഒരു വാഗണാറിൻ്റെ വേരിയൻറ്റ് കുറേ നാളായിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അതിന് മുന്നേ അവർ പ്രീവിയസ് ജനറേഷൻ ജപ്പാനിൽ വിട്ടിരുന്ന ആ ഒരു വാഗണാറും കുറേ വണ്ടികളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം പബ്ലിക്കായിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ അറിഞ്ഞോട്ടെ നമുക്ക് എങ്ങനെ വണ്ടിയൊക്കെ ഇറങ്ങാനുണ്ട് എന്നുള്ളത്. ഷെയർ പ്രൈസൊക്കെ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ട്, കുറേ വലിയ പദ്ധതികളൊക്കെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ആ ബമ്പറൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഡെവലപ്മെൻറ്റ് കോസ്റ്റൊക്കെ ഈ പറഞ്ഞ പോലെ ഷെയറിൻ്റെ വാല്യൂ ഇടിയാതിരിക്കുന്നതെന്ന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെൻറ്റിനെ പ്ലീസ് ചെയ്യുക എന്നുള്ളത്. അപ്പുറത്ത് E85 ഫ്യൂവൽ കാണിക്കുമ്പോൾ ഇപ്പുറത്ത് വാഗണാർ ഫ്ലെക്സ് ഫ്യൂവൽ കാണിക്കുന്നു. അങ്ങനെ എല്ലാ കമ്പനികളും ഗഡ്കരിജിയുടെ താളത്തനുസരിച്ച് തുള്ളുന്നുണ്ട്. മാരുതിയുടെ വേറൊരു വണ്ടി വരുന്നത് ഇഗ്നിസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ്. ഐ ഡോണ്ട് തിങ്ക് ഇൻ്റർനാഷണൽ ഇഗ്നിസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണെന്നുള്ളത്. ഇറ്റ് കുഡ് ബി ആൻ ഇന്ത്യൻ കാർ, യെറ്റ് അനദർ കോമ്പാക്ട് SUV. നമ്മുടെ പഞ്ചിൻ്റെയും എക്സ്റ്ററിൻ്റെ ഒക്കെ സെഗ്മെൻറ്റിൽ വരുന്ന ഏകദേശം ഇഗ്നിസിൻ്റെ പ്രൈസ് പോയിൻ്റ് ഉള്ള വേറൊരു SUV ആയിരിക്കും. Y43 എന്നാണ് അതിൻ്റെ ഇൻറ്റേർണൽ കോഡ് നെയിം എന്നുള്ളത് നമുക്കറിയാം. അല്ലാതെ വേറെ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല ആസ് ഓഫ് നൗ. പിന്നീടുള്ളത് കുറേയധികം ഫേസ് ലിഫ്റ്റുകളാണ്. മാരുതി അവരുടെ എക്സിസ്റ്റിംഗ് റേഞ്ചിലുള്ള വണ്ടികളൊക്കെ കുറേയൊക്കെ റിഫ്രഷ് ചെയ്യാൻ പോവുകയാണ്. ദേ ആർ നോട്ട് ഗോയിങ് ഫോർ എൻറ്റയർലി ന്യൂ റീപ്ലേസ്മെൻറ്റ്. പക്ഷേ ഉള്ള വണ്ടികളെ ഒന്നുകൂടി ഫേസ് ലിഫ്റ്റ് ചെയ്ത് കുറച്ചും കൂടിയും ഒരു മാർക്കറ്റ് റെലവൻ്റ് ആക്കുക എന്നുള്ള പ്ലാനിലാണ്. ദേ ഹാവ് ദ എർട്ടിഗ ഫേസ് ലിഫ്റ്റ് കമ്മിങ്. അതേപോലെ തന്നെ ബെലേനോ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. ബെലേനോ ഫേസ് ലിഫ്റ്റ് വിൽ ഹാവ് ദ Z12 എഞ്ചിൻ. നമുക്കറിയാം ആ ഒരു K12 മാറിയിട്ട് ഈ വണ്ടിയിലുള്ള Z12 എഞ്ചിൻ അതിലേക്കും വരും. അപ്പോൾ അതുകൊണ്ട് 4 സിലിണ്ടർ ബെലേനോ മേടിക്കണം എന്നുള്ളവർ മേ ബി ഇപ്പോൾ വേണമെങ്കിൽ പോയി മേടിക്കുക. ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ആ 3 സിലിണ്ടറിലേക്ക് മാറും. ഡ്രൈവിംഗ് ഫീലൊക്കെ കുറച്ചും കൂടി പോകും. ഫ്യൂൽ എഫിഷ്യൻസി വേണം എന്നുള്ളവർക്ക് ചിലപ്പോൾ അത് നന്നായിരിക്കും. കുറേ കൂടി ഫീച്ചേഴ്സ് ഉണ്ടാവും. മേ ബി സ്ക്രീനൊക്കെ കുറച്ചുകൂടി വലുതായിരിക്കും. സൺ റൂഫ് ഉണ്ടെന്നൊരു റൂമർ ഉണ്ട്. സോ ഓൾ ഓഫ് ദോസ് തിങ്സ് വിൽ ബി ദെയർ. ചെറിയ റിവൈസ് സ്റ്റൈലിംഗ് ഒക്കെയാണ്. സ്പൈ ഫോട്ടോസൊക്കെ പലയിടത്തും കാണുന്നുണ്ട്. ലോഞ്ച് ഓൾമോസ്റ്റ് ഇമിനൻ്റ് ആണ്. അതിന് മുന്നേ വരുന്ന വേറൊരു വണ്ടി എന്ന് പറയുന്നത് ബ്രസ ഫേസ് ലിഫ്റ്റ് ആണ്. ഇപ്പോൾ തന്നെ ഇറങ്ങും. ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഗ്രില്ല് മാറിയിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ലോവർ ഹാഫിൻ്റെ ഡിസൈനൊക്കെ മാറിയിട്ടുണ്ട്. ഡിഫറൻറ്റ് അലോയ് വീൽസ് വരുന്നുണ്ട്. പുതിയൊരു 4 സ്പോക്ക് ഡിസൈനാണ്. സ്പൈ ഫോട്ടോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് എ ന്യൂവർ ബിഗ്ഗർ സ്ക്രീൻ. നമുക്ക് വിക്ടോറിയസിലൊക്കെ ഉള്ള പോലത്തെ ആ ഒരു 10.1 ഇഞ്ച് സ്ക്രീൻ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ചെറിയ കോസ്മെറ്റിക് സാധനങ്ങൾ ഉള്ളിലത്തെ ടച്ച് ആൻഡ് ഫീലൊക്കെ മാറുന്ന പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. മേജർ ചേഞ്ചസ് ഒന്നുമില്ല. ഡാഷ്ബോർഡൊക്കെ ആ ഒരു അതേപോലെ തന്നെ രീതിയിലാണ് പോകുന്നതെന്നാണ് കേട്ടത്. മെയിൻ മാറ്റം എന്ന് പറയുന്നത് ബോണ്ടിൻ്റെ അടിയിലാണ്. യു ഗെറ്റ് ദ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ. ഫ്രോങ്സിലുള്ള സെയിം എഞ്ചിൻ തന്നെ ഇതിലേക്കും വരും. 100 bhp 150 Nm ടോർക്കിൻ്റെ അടുത്ത് ഉണ്ടാവും. ആ സെഗ്മെൻറ്റിലുള്ള മറ്റ് വണ്ടികളുടെ പോലെ തന്നെ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ തന്നെ ഇതിലും വരും. 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് കൊടുക്കുമെന്ന് അറിയില്ല ഐസിൻ്റെ ആ ഒരു പുതിയ ഗിയർ ബോക്സ്. ബട്ട് ആ 2 ഗിയർ ബോക്സുകളായിരിക്കും നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടാൻ പോണത്. ഇതിൽ നമുക്ക് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ് എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം ബ്രസയ്ക്ക് 4 മീറ്റർ താഴെയാണ് ലെങ്ത് എങ്കിലും ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നില്ല. എഞ്ചിൻ 1500 cc ഉള്ളതുകൊണ്ട് ആ സെഗ്മെൻറ്റിലെ മറ്റു വണ്ടികളെല്ലാം 1200 cc താഴെയാണ്. അപ്പോൾ ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ വരുമ്പോൾ നാച്ചുറലി ആ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ എത്രത്തോളം അത് കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. ടർബോ എഞ്ചിനൊക്കെ വരുമ്പോൾ പിന്നെയും വില കൂടും. K15 എഞ്ചിൻസിന് ആ വോളിയംസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കുറേ അധികം ഉണ്ടാക്കണതുകൊണ്ട് കോസ്റ്റ് കുറവാണ്. പക്ഷേ ഫ്രോങ്സിന് നമുക്കറിയാം നല്ല വിലയുണ്ട്. ടർബോ ഓട്ടോമാറ്റിക്കിന് 15 ലക്ഷത്തിൻ്റെ അടുത്ത് 1484 ഉണ്ട് അതിൻ്റെ വില. അപ്പോൾ കാരണം ഇറ്റ് ഈസ് റിയലി എക്സ്പെൻസീവ്. അപ്പോൾ അതുകൊണ്ട് ബ്രസയിലാവുമ്പോൾ അത് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. K15 നിർത്തില്ല, ഇതിൻ്റെ ഒപ്പം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ദർ വിൽ ബി എ CNG വേരിയൻറ്റ്. ആൻഡ് CNG വേരിയൻ്റ് ഒരു പ്രത്യേകത ടാങ്ക് ബൂട്ടിൻ്റെ അടിയിലാണ്. വിക്ടോറിയസിലൊക്കെ കണ്ട പോലെ ആ ഒരു ഫ്ലോറിൻ്റെ അടിയിലാണ്. സോ യു വോണ്ട് ഹാവ് ടു കോംപ്രമൈസ് ഓൺ ബൂട്ട് സ്പേസ്. ആ ഒരു ചെറിയ വണ്ടിയിൽ യു നീഡ് ഓൾ ദ ബൂട്ട് സ്പേസ് യു ക്യാൻ ഗെറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇറങ്ങാൻ പോകുന്ന കുറേ മാരുതികളെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ. സോ ഇഫ് യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ന്യൂ മാരുതി, ദീസ് ആർ സം ഓഫ് ദ കാർസ് യു ക്യാൻ ലുക്ക് ഫോർവേഡ് ടു. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.